അതെ. ഭാഗ്യം വിഷീദ പോലെ ഇന്നെന്റെ ജന്മദിവസാണ് ട്ടോ. ഞാൻ ജനിച്ച ദിവസാണ് ജൂലൈ 13-ാം തീയതി. രാവിലെ തന്നെ ശ്രീകുട്ടന്റെയും ഭാഗ്യന്റെയും ഒരു വാം ഹഗ് ഉണ്ടാർന്നു. അതോടുകൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് ട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് ട്ടോ. ഇന്ന് ഞാൻ മാത്രല്ല എന്റെ കൂടെ ഫുൾ ഫാമിലി ഉണ്ട് ട്ടോ. അപ്പൊ കാലത്ത് തന്നെ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാവാന്ന് വിചാരിച്ചു നമ്മുടെ ദിവസത്തിലേക്കുള്ള തുടക്കം. അപ്പൊ മൂക്കുത്തി ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ട് ഊരി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? എന്റെ ഏറ്റവും ഫേവറേറ്റ് മൂക്കുത്തിയാണ് ട്ടോ ഇത്. അപ്പൊ നമുക്ക് പതുക്കെ സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്ത് ഇന്നത്തെ ദിവസം അങ്ങട് ആരംഭിച്ചാലോ? സ്കിൻ കെയർ ചെയ്യാം. പതിവ് പോലെ തന്നെ നമ്മുടെ ഹിമാലയയുടെ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. ഫാമിലി കാര്യങ്ങളും ചാനലും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ നോക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ്സൊക്കെ വരും കേട്ടോ. ആ സമയത്താണ് നമുക്കിതുപോലെ പിമ്പിൾസ് വരുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ബെസ്റ്റ് എവർ ഹിമാലയ പ്യൂരിഫൈയിങ് നീം ഫേസ് വാഷ്. അതും ഇംപ്രൂവ്ഡ് വേർഷൻ ട്ടോ. ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ ഹിമാലയയുടെ ഫേസ് വാഷ് ക്ലിനിക്കലി പ്രൂവൺ ടു പ്രിവെന്റ് പിമ്പിൾസ് ഫ്രം കമ്മിങ് ബാക്ക്. ഈ ഒരു ട്യൂബ് മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം ട്ടോ. പിന്നെ ഒരുപാട് കാലമായി നമ്മൾ ഹിമാലയയുടെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് നമുക്ക് സൈഡ് ഇഫക്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഫേസ് വാഷിൽ നമ്മുടെ ആര്യവേപ്പിൻ്റെ 5 പാർട്സ്, അതായത് ഗുഡ്നെസ് ഓഫ് 5 പാർട്സ് വരുന്നുണ്ട് ട്ടോ. അതായത് യങ് ലീവ്സ്, പിന്നെ മെച്യൂർഡ് ആയിട്ടുള്ള ലീവ്സ്, സ്റ്റെം, ഫ്ലവർ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെയും വരുന്നുണ്ട് ട്ടോ. ക്ലിനിക്കലി പ്രൂവൺ ചെയ്തിട്ടുണ്ട് 5 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നമ്മുടെ പിമ്പിൾസൊക്കെ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് പിമ്പിൾസ് ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. അതുപോലെ തന്നെ ചിലത് നമ്മൾ നിർത്തുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഇത് വരാൻ ചാൻസ് ഉണ്ട്. അത് അങ്ങനെയല്ല കേട്ടോ. ക്ലിനിക്കലി പ്രൂവൺ ദാറ്റ് പ്രിവെന്റ് പിമ്പിൾസ് ഫ്രം കമ്മിങ് ബാക്ക് എന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. സോപ്പ് ഫ്രീ ആണ്, സ്കിൻ ഫ്രണ്ട്ലി ആണ്. അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു നല്ല ക്ലിയർ ഹെൽത്തി സ്കിൻ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ന്യൂ ബെസ്റ്റ് എവർ ഹിമാലയ പ്യൂരിഫൈയിങ് നീം ഫേസ് വാഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സാധാരണ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഉപയോഗിക്കുക കേട്ടോ. നമ്മൾ വെറ്റാക്കണം ഫേസ്, എന്നിട്ട് ഒരു സ്മോൾ എമൗണ്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജെന്റിലി ഒന്ന് മസാജ് ചെയ്യുക ഒരു സർക്കുലർ മോഷനിൽ. എന്നിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകി കളഞ്ഞിട്ട് ദിവസത്തിൽ 2 വട്ടം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒപ്റ്റിമൽ റിസൾട്ട് കിട്ടും കേട്ടോ. ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സ്കിന്നിലത്തെ എണ്ണമഴുക്കൊക്കെ പോയി ഓയിലൊക്കെ പോയി നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്ന ഒരു ഫീൽ ഉണ്ട്. നമ്മുടെ ഈ പ്രൊഡക്റ്റ് ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും ഹിമാലയയുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. പിന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. നല്ല പുളി കുറവുള്ള ദോശയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. നമ്മുടെ പൊൻകതിറിൻ്റെ ദോശമാവുണ്ടല്ലോ, അതായത് ദോശമാവല്ല ദോശമാവിൻ്റെ പൊടി, അതിങ്ങനെ പൊടിയായിട്ട് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ നമ്മൾ ഉഴുന്ന് വെള്ളത്തിലിടാൻ മറക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ ഉപ്പിട്ടിട്ട് ആ ഒരു പൊടി നമ്മൾ 1 മിനിറ്റ് നമ്മുടെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് തലേദിവസം ഒരു 12 മണിക്കൂർ നമ്മൾ കീറാൻ വെക്കണം. അപ്പോഴാണ് ഇതുപോലെയുള്ള ദോശ കിട്ടുക കേട്ടോ. നല്ല ദോശയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ട് ഞൊടിയിടയിൽ ഉണ്ടാക്കിയെടുത്ത സാമ്പാറും കൂടി ഇപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ആരുടെയെങ്കിലൊക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ശ്രീകുട്ടൻ സ്കൂളിലേക്ക് പോയി ഭാഗ്യം കടയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ലോകത്ത് ഞാൻ മാത്രമാണെന്ന് നിങ്ങളോട് പറയാറുണ്ടല്ലോ. അപ്പൊ അച്ഛനമ്മയും വരുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവരെയും അമ്മയും ചേച്ചിയും ചേട്ടനും എല്ലാവരും ഉള്ള ഒരു വ്ലോഗായിരിക്കും നമ്മുടെ ചേച്ചി ചേട്ടന് വരാന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി ചേച്ചി ചേട്ടന് പഠിക്കുമ്പോഴെന്ന് പറയില്ലേ നമ്മള് ബസ്സിലാണ് വരിക. അപ്പൊ ഇവരെല്ലാവരും കൂടെ പരിപാടികളൊക്കെ ബർത്ത്ഡേ എന്നുള്ള കാര്യം എല്ലാവരും സംഭവമാണ്. പിന്നെ ജെന്യാൻറ്റി ഉണ്ട്, നമുക്ക് എല്ലാവരും കൂടി ഇരുന്ന് വട്ടത്തിൽ കേക്ക് സംസാരിക്കുന്നത്. ഞങ്ങളുടെ സ്വന്തം ആന്റി കേക്ക് കൊടുത്ത കുറെ നാളായിട്ട് ഞാൻ പോലും അറിയുന്ന കാര്യം. നമ്മുടെ കമന്റ് ബോക്സിന്റെ അടിയിലും വിഷയങ്ങളും വരുമല്ലോ. ഭയങ്കര സന്തോഷം. നമുക്ക് കാലത്ത് അങ്ങനെ ഉലുവകളും അതുപോലെ തന്നെ ഒരു കാപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അച്ഛനമ്മ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചിട്ടയായ ജീവിതങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും. കാരണം അവർക്ക് ഫുഡ് കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അവർ നമ്മുടെ പോലെ തോന്നുമ്പോൾ എന്നുള്ള രീതിയിലല്ല, വളരെ
ചിട്ടയായ രീതിയിൽ ജീവിച്ചു വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും സൺഡേ അല്ല, അത് കാരണം കൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ ഇന്നലത്തെ നമ്മുടെ സാമ്പാർ ബാക്കി ഉണ്ടായിരുന്നല്ലോ, സാമ്പാർ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്തായാലും മൊരിഞ്ഞ ദോശ മസ്റ്റാണ്. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് നമ്മുടെ മൊരിഞ്ഞ ദോശ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. തയ്യാറാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് ഉരുളിയിലാണ് വെക്കുന്നത് കേട്ടോ. അതിൻ്റെ ഉരുളിയുടെ സൈഡിൽ കണ്ടോ ഒരു കളർ വന്ന് നോക്കുന്നത്, ആക്ച്വലി പുതിയ ഉരുളിയായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായെന്ന് അറിഞ്ഞുകൂടാ. അത് മാറാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് മിക്കതും ചേച്ചിമാർക്ക് അതിൻ്റെ ടെക്നിക്ക് അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളി ഇട്ടിട്ടുണ്ട്, സവാള ഇട്ടിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും അതുപോലെ തന്നെ ചെറുതായിട്ട് കുറേ നാളായിട്ട് ചോപ്പർ കൂട്ടണിലാണ് അരിഞ്ഞെടുക്കാറുള്ളത്. ഇന്ന് കുറച്ച് നമ്മുടെ ഒതൻറ്റിക് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഞാൻ കൈകൊണ്ട് തന്നെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എനിക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടി ചിക്കൻ കറി അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് വെക്കലാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയും അത് തന്നെയാണ്. വേഗം പരിപാടികൾ കഴിയും. പിന്നെ ഈ തൊട്ട് നക്കാൻ കുശു ഐറ്റംസ് കാര്യങ്ങൾ ഒന്നും വേണ്ട. ഈ ഒരു പരിപാടി ഉണ്ടെങ്കിൽ, ഈ ഒരു കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണികൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയ പോലെയാണ്. ദേ മമ്മയും പപ്പയും മോനും എല്ലാവരും കൂടിയിരുന്ന് വട്ടം കൂടിയിരുന്ന് വർത്താനം പറയണം കേട്ടോ. ശ്രീകുട്ടനും കുറച്ചും കൂടിയും ആക്റ്റീവ് ആവുന്നത് അച്ഛനും മമ്മിയും ചേച്ചിയും ചേട്ടനൊക്കെ വരുന്ന സമയങ്ങളിലാണ്. പിന്നെ എപ്പോഴും പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ വരും. അത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് റിഫ്രഷ്മെന്റ് മൊമെന്റുകൾ വരുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് എനർജറ്റിക് ആവും. അപ്പോൾ ഇതുപോലെയുള്ള നിമിഷങ്ങളൊക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അങ്ങനെ കുഞ്ഞൻ വന്നിട്ടുണ്ട്. കുഞ്ഞൻ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലും കാര്യങ്ങളിലും ഒക്കെയാണ്. നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ പൊടികളൊക്കെ ഇടാം ഇതിലേക്ക്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി എന്നൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഒരു അളവിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ തക്കാളിയാണ് ഒഴിക്കുന്നത് കേട്ടോ. തക്കാളിയിൽ ഞാൻ കുറച്ച് നാളികേരം പാൽ ഒഴിച്ചായിരുന്നു. അതാണ് ആ ഒരു വെള്ള കളർ വരുന്നത്. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നമ്മുടെ കറികളൊക്കെ ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇങ്ങനെ കണ്ടുപിടിക്കപ്പെടുന്നതാണ്. ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് 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 നമുക്ക് അതിടുമ്പോൾ കുറച്ചും കൂടി രുചി ഉണ്ടെന്ന് തോന്നും, ഇതിടുമ്പോൾ രുചി വേറെ, ചിലർക്ക് വീട്ടിൽ അത് ഇഷ്ടപ്പെടില്ല. അപ്പം അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാം അങ്ങനെ പുതിയതായിട്ടുള്ള രീതിയിൽ ചെയ്ത് നോക്കി വിജയിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഏറ്റവും ലാസ്റ്റ് കുറച്ചും കൂടി നാളികേരം പാലും കൂടെ ഒഴിച്ച് നമുക്ക് അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ തലേദിവസം തന്നെ അമ്മ വന്നപ്പോഴേ, അച്ഛൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നത് അമ്മയച്ഛനാണ്. ശ്രീകുട്ടന് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു നോൺ വെജ് ഐറ്റം എന്ന് പറയുന്നത് ചിക്കനാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വൃത്തിയാക്കി അതിൽ ഉപ്പും മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ തിരുമ്പി പുരട്ടി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് തണുപ്പ് വിട്ടപ്പോൾ നമ്മൾ ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ മേടിക്കുമ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കും. അപ്പോൾ ഓരോ ദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് എളുപ്പമല്ലേ. ഈ കിച്ചണിൽ തന്നെ നിന്ന് തിരിയാന്നുള്ളത് വലിയ ഇഷ്ടമുള്ള പരിപാടിയൊന്നും ആയിരിക്കില്ല വീട്ടിലെല്ലാവർക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ കറികളൊക്കെ കൂടുതലും ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുക. വേറെ ജോലികൾ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള സമയമുണ്ട്. അല്ലെങ്കിൽ ഫുഡ് അടിക്കൽ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, നമുക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെയുള്ള നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് 1-2 ദിവസത്തേക്ക് ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, വീട്ടിൽ എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം. പുറത്തുനിന്ന് പിന്നെ ഇവിടെ സ്വിഗ്ഗി, സൊമാറ്റോ ഈ വക പരിപാടികൾ, ഊബർ ഒന്നും നമ്മുടെ നാട്ടിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അത് കാരണം കൊണ്ട് ആ ഒരു ഓപ്ഷനേ നമുക്കില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം. പിന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, ഇളക്കി കൂട്ടാൻ ചേച്ചി സഹായിച്ചു. ബാക്കി വന്ന ഒരു കമ്പാർട്ട്മെന്റിലെ ചിക്കൻ എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ചിക്കൻ ഫ്രൈ കുഞ്ഞിനും ശ്രീകുട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എപ്പോഴും നമ്മൾ പരിഗണിക്കുക നമ്മുടെ കുട്ടികളുടെ ഹെൽത്തും അതുപോലെ തന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രോട്ടീൻസും സംഭവങ്ങളും കിട്ടുന്നുണ്ടോന്നല്ലേ. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇത് ചിക്കനും വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിഭവ പരിപാടികൾ. ചേച്ചിയും അമ്മയും അച്ഛനും എല്ലാവരുമായിട്ടായി കുഞ്ഞിനൊക്കെ നമ്മൾ നെട്ട് വരുന്നുണ്ട് ഇവിടെ കേട്ടാ. അപ്പോൾ നമ്മളിന്ന് വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അത് കാരണം കുറേ വർത്താനം പറയാനും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ ഉണ്ട്. കുഞ്ഞൻ പോവാ ഈ തിങ്കളാഴ്ച, കുഞ്ഞൻ കോതമംഗലത്തേക്ക് പോവാ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ കുറച്ച് പരിപാടികളൊക്കെ ചർച്ചയ്ക്ക് കേട്ടിട്ടുണ്ട്. ചർച്ച ദിവസമാണ്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ചേച്ചി പറഞ്ഞുതരും കേട്ടോ അതെന്താ സംഭവം എന്ന്. എന്തൊരു സാധനം എന്ന് അറിയുന്നത് നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവോ? എന്നിട്ടാന്ന് രക്ഷയിലില്ല. ഞാവൽക്കുരു ഭാഗ്യന്റെ ആയുർവേദ ചികിത്സ കഴുകി വൃത്തിയാക്കി കടയിൽ ബാക്കി വന്നത് അത്ര. അത് കടയിൽ ചിലവാവാണ്ട് വന്ന ഞാവൽക്കുരു ആരോ പറഞ്ഞു ഭയങ്കര വിലയാണ്, ഭയങ്കര എന്താ വെച്ചാൽ ഔഷധ ഗുണമൂല്യമുള്ളതാണെന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ആളത് അത് കഴുകി വൃത്തിയാക്കി അതെ ചേച്ചി. അപ്പോൾ അത് അങ്ങനെ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ടേ ചേച്ചി നമ്മുടെ തോർത്തും കൊണ്ട്, ഒരു പഴയ തോർത്തും കൊണ്ടുണ്ട്, അതിൽ കണ്ട വിരിച്ചിടുക.
ഇത് തണലത്ത് കിടന്നിട്ട് ഇത് ഉണങ്ങണം, എന്നിട്ട് നമ്മൾ പൊടിക്കണം. എന്നിട്ട് ചെയ്യാന്ന് വെച്ചാൽ പൊടിച്ചിട്ട് പാലിൽ കലക്കിയിട്ട് കുടിക്കാൻ തോന്നുന്നുണ്ട്. 1 ടീസ്പൂൺ വെള്ളത്തിൽ ചലിച്ചിട്ട് കുടിക്കാൻ തോന്നുന്നുണ്ട്. അച്ഛാ, എല്ലാവരും കൂടിയിരിക്കുമ്പോൾ വർത്താനം പറയലാണ് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അമ്മ അവിടെ കട്ടുമ്പോൾ കിടക്കുന്നുണ്ട്. കുഞ്ഞിന് ഞാൻ 1-2 ജോഡി ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. 2-3 ദിവസത്തിനുള്ളിൽ ഞങ്ങളിങ്ങനെ പർച്ചേസിന്റെ കാര്യങ്ങൾ, ഞങ്ങളുടെ പെട്ടി ഒതുക്കലൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ആള് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വ്ളോഗിലൂടെ പറയാം കേട്ടോ. കാരണം എനിക്ക് നിങ്ങളുടെയൊക്കെ ഹെൽപ്പും അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ കരുതലും വേണം. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടീനെ ഒരു ആൺകുട്ടീനെ വേറെ എവിടേക്കെങ്കിലൊക്കെ പഠിക്കാൻ വിടുമ്പോൾ നമുക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? അതിന്റെ പുറത്ത് തന്നെയാണ് നമ്മളെല്ലാവരും. ചിക്കൻ കറി, ചിക്കൻ വറുത്തത്, അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ 8 പേരടങ്ങുന്ന ഒരു കൂട്ടുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് നമ്മളെല്ലാവരും. അമ്മ, അച്ഛൻ, ഞാൻ, ചേച്ചി, ഏട്ടായി, ശ്രീകുട്ടൻ, ഭാഗ്യൻ, അതുപോലെ തന്നെ കുഞ്ഞൻ, ആ ഒരു സെറ്റ് അത് ഭയങ്കര പ്യുവറാണ് നമുക്ക്. പ്രൈം ഡേ സെയിൽ നടക്കല്ലേ, അത് കാരണം ഞാനൊരു കബോർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ റൂമിൽ ഈ പ്രൊമോഷൻ ഐറ്റംസ് വരുന്നത് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കബോർഡ് എനിക്ക് വേണമെന്ന് കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചേച്ചിക്ക് കൊണ്ടുപോകാനുള്ള കുടപ്പനും സംഭവങ്ങളും ഒക്കെ അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. കൊള്ളാലോ. അടുത്തോല്ല മാംഗോസ് ചെയ്തിട്ട് മരിക്കാനാ? അപ്പൊ ചേച്ചി മരിക്കില്ല എന്നാണ് അർത്ഥം. ഞങ്ങളേ കാടിന്റെ അവിടേക്ക് വെള്ളം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോഴാണ് അമ്മ നമ്മുടെ റംബൂട്ടാൻ പൊട്ടിക്കുന്നത്. നമ്മുടെ പഴയ വീടിന്റെ മുന്നിൽ ഗംഭീരമായിട്ടുള്ള ഒരു റംബൂട്ടാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കുരുമ പിടിക്കാത്ത രീതിയിൽ, ഫ്ലഷ് ഒന്നും പിടിക്കാത്ത രീതിയിലുള്ള ഒരു റംബൂട്ടാൻ. ഇതും അങ്ങനെ തന്നെയാണ്, പക്ഷെ അതിന്റെ സെയിം തൈയാണ്. പക്ഷെ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് വളരണില്ല. അപ്പൊ അച്ഛൻ തൈ എല്ലാവർക്കും റംബൂട്ടാൻ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്തോരം കഴിച്ചാലും വയറൊന്നറിയാത്ത ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഡെൽസിയാൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ കൂടുതലും പൊട്ടിച്ച് കഴിക്കാറുള്ളത്. അപ്പൊ ഇന്ന് ഡെൽസിയാൻ്റെ അവിടെ ഉണ്ടായിരുന്നില്ല, വേറൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പുറത്തു പോയിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഡെൽസിയാൻ്റെ അടുത്ത് നിന്ന് നമുക്ക് എന്തോരം വേണമെങ്കിലും കഴിക്കാം. ഇക്കൊല്ലം ചേച്ചിയും ഏട്ടനൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളത് പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇവര് തമ്മിൽ തല്ലുകൂടുന്നത് എന്തിനാണെന്നറിയോ? ഞാൻ പൊട്ടിച്ചേരാന്ന്. അപ്പൊ ഏട്ടൻ പറയാണ്, നീ പൊട്ടിച്ചത് നിന്റെ വായിലേക്ക് പോവുള്ളൂ, എന്റെ വായിലേക്ക് പോവില്ല എന്ന് പറഞ്ഞിട്ട് കിട്ടണത്. കാരണം അത്രയും ഇഷ്ടമാണ് നമുക്ക് റംബൂട്ടാൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ഏട്ടൻ്റെ നോട്ടം കണ്ട. അങ്ങനെ നമ്മൾ റംബൂട്ടാനൊക്കെ കഴിച്ച് കുറച്ച് നേരം വയറെന്ന് പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ കിട്ടില്ല. ആക്ച്വലി നമ്മുടെ വീട്ടിൽ 4-5 വശത്തായിട്ട് 5-6 മരങ്ങൾ നിൽക്കുന്നുണ്ട്. അതുമൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. ഇക്കൊല്ലം എല്ലാ മരത്തുമ്പോഴും റംബൂട്ടാൻ ഉണ്ടായിട്ടോ. 6 മാസത്തിനുള്ളിൽ തന്നെ എല്ലാ മരത്തുമ്പോഴും റംബൂട്ടാൻ ഉണ്ടായി. പക്ഷേ ഇത് കിളികൾ കൊത്തിയിടുന്നതും ഇത് പൊഴിഞ്ഞു പോകുന്നതും വലിയൊരു വിഷയമാണ്. നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിങ്ങനെ പൊഴിഞ്ഞു പോകുന്നതും കുറേ ആൾക്കാർ വേറെ എന്തൊക്കെ റെമഡികൾ പറയുന്നതൊക്കെ. നമ്മുടെ ഇവിടെ കിളികളാണ് ഏറ്റവും ശല്യത്തിൽ വരുന്നത്, തത്തകൾ വരുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ വലയൊക്കെ ഇട്ട് നിർത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആയിട്ട് കൊഴിഞ്ഞും പിഴഞ്ഞും ഒക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പോവും. വയറ് നിറഞ്ഞ് കഴിക്കാനുള്ളത് കിട്ടാറേ ഇല്ല. അപ്പോൾ തല്ലുകൂടി ഇതേ രണ്ടാളും കൂടെ കുറേയൊക്കെ പൊട്ടിച്ച് തിന്നുന്നുണ്ട്. ഓ ഇപ്പൊ കാലുവേദനയുള്ളേ, മുട്ടുവേദന, തണ്ടലുവേദന ഒന്നുമില്ല. ഷുഗറല്ല, കൊതി വരും എന്ന് പറയും. നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാട്ടിലെത്താം. ഇതിൽ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാടിൻ്റെ അവിടേക്കൊക്കെ പോകും. കാടിൻ്റെ അവിടേക്കൊന്നും പോവില്ല കേട്ടോ. നമ്മളിവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള പറമ്പുകളുണ്ട്, അവിടേക്കേ പോവുള്ളൂ. റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളത്തിൽ കളിക്കാൻ പോവാട്ടാ ശ്രീകുട്ടനും പപ്പയൊക്കെ കൂടിയിട്ട്. നമ്മൾ കഴിഞ്ഞ പോലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. പക്ഷെ ഇപ്പം അത്ര വെള്ളമായിട്ടില്ല. എന്നാലും ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചത്. മുഴുവൻ തിപ്പില്ല ഉണ്ടായി നിൽക്കുന്നത്. സണ്യങ്ങളും ഡെൽസിയാൻ്റെയും എന്നും പാലെടുക്കാൻ വരുന്നതാട്ടോ. ഇപ്പം പാലിൻ്റെ സീസൺ അല്ലാന്ന് തോന്നുന്നു.
കണ്ടില്ലേ ഈ വക സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ശ്രീകുട്ടൻ ഇവിടെ വന്നിരുന്നത്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനെ ഇത് ഡെൽസിയാൻറ്റി സെന്റങ്ങളുടെയും പറമ്പാണ് കേട്ടോ. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ മാട്ടൊക്കെ വെച്ച് കെട്ടുക എന്നാണ് നമ്മുടെ ഇവിടെ തന്നെ പറയാ. കല്ലൊക്കെ വെച്ച് കെട്ടണേനെ ചേക്ക് പോലെയൊക്കെ അങ്ങനെ 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 എന്തൊക്കെ ചെക്ക് ഡാമൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളത്തിനൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് അവിടെ കുറച്ചും കൂടി വെള്ളം ഉയർത്തും. എന്നിട്ട് അതിൽ കിടന്നത് പോലെ കുത്തിമറിയാം. നല്ല സുഖമുള്ള പരിപാടിയല്ലേ. നാട്ടുമ്പുറങ്ങളിൽ കുട്ടികൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മഴക്കാലത്തിന്റെ ഓർമ്മയാണ് ശ്രീകുട്ടൻ ഉണ്ടാക്കിയെടുക്കുന്നത്. വലുതാകുമ്പോൾ അവരും പറയട്ടെ ഇവിടെയൊക്കെ വന്ന് ഞങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ഇതിനേക്കാൾ അക്രമങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ തലമുറ. അതിനേക്കാളും മുമ്പുള്ള തലമുറ അതിലും അക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് ഇതിനുള്ള അവസരങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. വല്ലപ്പോഴും ഇതുപോലെ നമ്മൾ കൂട്ടം കൂടിയൊക്കെ വരുമ്പോഴൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ശ്രീകുട്ടനും ഇവിടെ അച്ചൂട്ടിയും ഡൽസിയാരിയുടെ കൂടെ കൊക്കക്കായ പറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ റബ്ബറും തോട്ടത്തേക്കും പാലെടുക്കാനൊക്കെ വരും. അപ്പോൾ അതുപോലെ തുള്ളി കളിച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകുക. ആൻറ്റി ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ സമ്മതിക്കുന്ന ആളാണ്. അപ്പം ആൻറ്റിയുടെ കൂടെ വരാനും ആൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം നമ്മൾ കുറച്ചു നേരം അവൻ തുള്ളണതും കളിക്കണതൊക്കെ നോക്കിയിരുന്നു കേട്ടോ. കാലുമ ചവിട്ടിക്കോളാൻ എന്റെ തൈസിൽ ചവിട്ടി കയറാൻ ഇതേ കുരിപ്പൂടുന്നു. ഇറങ്ങമ്മ സഹായിക്കാൻ. എനിക്ക് ദേശത്തെ വഴി അറിയില്ലടാ. അയ്യോ പ്രവാസികൾക്കൊന്നും മിസ്സാവണില്ല എന്ന് പറഞ്ഞാലും വർഷക്കാലം നന്നായിട്ട് മിസ്സാവൂല്ലേ. എസ്പെഷ്യലി ഇതുപോലെ പറമ്പും തോടും കാടും ഒക്കെയുള്ള നാട്ടുമുറങ്ങളിൽ ജനിച്ച് വളർന്നിട്ടുള്ള ചേച്ചിമാരും ചേട്ടന്മാരും കുറച്ചും കൂടി നാട് വിട്ട് നിൽക്കുന്നവരുണ്ടാവില്ലേ. അവർക്ക് എന്തായാലും നാട് നന്നായിട്ട് മിസ് ചെയ്യും ഈ വർഷക്കാലത്ത്. മീൻ പിടിക്കാൻ പൂക്കും കാര്യങ്ങളൊക്കെ. അതാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ വലിച്ചു നീട്ടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കുഞ്ഞൻ കർക്കിടകമായത്ര അപ്പം മുക്കുറ്റി വീട്ടിൽ കൊണ്ട് നടാന്ന് പറഞ്ഞിട്ട് മേടിക്കുന്നതാണ്. പിന്നെ തൊട്ടപ്പുറത്തൊരു പറമ്പിൽ നിന്ന് ചേച്ചി കുറേ ചാമ്പത്തെയും പിന്നെ ചൂനിയമുളകിൻ്റെ തെയ്യും അതായത് കാന്താനി മുളകിൻ്റെ തെയ്യും കാര്യങ്ങളും ഒക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പഴുക്കാത്തൊരു കൊക്കക്കായ കിട്ടി. അതും പഴുത്തിട്ടില്ല. അത് പഴുത്താൽ മാത്രമാണ് നമുക്കതിന് കുരു എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ തിന്നാനുള്ള ആർത്തി കൊണ്ട് ഇത് പൊട്ടിച്ചു കൊണ്ടുവന്ന് അതും കടിച്ച് ചവച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിൽ പോകുന്ന വഴിക്കാണ് നമ്മുടെ അവിടുത്തെ പറമ്പിലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യേണ്ടത്. അതായത് കൊപ്ര അതായത് വാഴപ്പൂവ്, പിന്നെ നമ്മുടെ പ്രഷർ ചീര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേലിച്ചീര എന്നൊക്കെ നിങ്ങൾ പറയില്ലേ അത്, പിന്നെ എന്താടാ കൊപ്പക്കായ പൊട്ടിക്കാനുണ്ടാവും, നാളികേരം പറക്കാനുണ്ടാവും, ചേമ്പൻ താള്, ചേമ്പൻ തണ്ട്, ഇതുപോലെ തന്നെ വാഴക്കൊടപ്പൻ, എന്തൊക്കെ വേണം, ചേമ്പ് ചേന ഈ ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പോണ വഴിക്ക് എല്ലാം കൂടെ നമുക്ക് കളക്ട് ചെയ്ത് പതുക്കെ ആടിപ്പാടി പറമ്പുകളൊക്കെ പര്യടനം നടത്തി നമുക്ക് വീട്ടിൽ പോവാം കേട്ടോ. റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ റോബസ്റ്റ് വാഴത്തോട്ടാണ് കേട്ടോ. അതിനുള്ളിൽ നിറയെ റോബസ്റ്റ് വലിയ വലിയ കൊലകൾ ഉണ്ടായിട്ടുണ്ട്. 19 കിലോ വരുന്ന കൊലകൾ, നല്ല ഭാഗ്യനേക്കാളും വലിയ കൊലകൾ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പുറത്തുള്ളത് നമ്മുടെ പപ്പകായത്തോട്ടവും അതിൻ്റെ ഇടയിൽ വാഴത്തോട്ടവും ഉണ്ട്. ആ കൊപ്ര പൊട്ടിക്കാറായച്ചാ കൈ ഒരെണ്ണം മതി ചേച്ചിയാ.
നമുക്ക് എല്ലാവർക്കും ബിസിനസ് ആയ കാരണം കൊണ്ടേ ഇവിടെ വന്ന് നിൽക്കലൊന്നും നടക്കില്ല. വരിക പോവുക എന്നുള്ളത് മാത്രമാണ്. കൂടി വന്നാൽ 1 നൈറ്റ് പിറ്റേ ദിവസം കാലത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും പോട്ടോ. അതാണ് ഇന്ന് തന്നെ എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നത്. നാളത്തേക്ക് നേരം ഉണ്ടാവില്ല. അച്ഛൻ കൊപ്ര പൊട്ടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കൊപ്ര എന്ന് പറയുന്നത് വാഴപ്പൂ കേട്ടോ. പിന്നെ നമ്മുടെ പപ്പകായ പൊട്ടിക്കാൻ വേണ്ടിയിട്ടും പോവാ. അതെ, ആക്ച്വലി കുറച്ച് ദിവസമായി വീടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങി. നിങ്ങളും കാണാറില്ലല്ലോ, നമ്മുടെ വീടിൻ്റെ പരിസരവും കാര്യങ്ങളും ഒന്നും കാണാറില്ലല്ലോ. അപ്പോൾ ഇന്ന് അച്ഛനും അമ്മയും ചേച്ചി ചേട്ടനൊക്കെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇന്ന് നാടൊക്കെ കണ്ടുവന്ന് ഇറങ്ങി. പോവാൻ വിചാരിച്ച സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റിയില്ല കേട്ടാ. അച്ഛൻ്റെ കൊപ്ര പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കണം. ഇത് നമ്മുടെ നേന്ത്രവാഴയുടെ കൊപ്രയാണ്. റോബസ്റ്റിന് നല്ല വലിയ കൊപ്രയുണ്ട്, പക്ഷെ അത് കഴിക്കാൻ പറ്റില്ല, കയ്ക്കുന്നാണ് പറയണത്. ആരെങ്കിലും വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. ചേച്ചി ഇപ്പൊ നാളെ ഒടിഞ്ഞു വീണ ഒരു വാഴയുടെ കൊപ്ര എടുത്തോണ്ട് പോയിട്ടുണ്ട് വെക്കാൻ വേണ്ടിട്ട്. മോള് പറഞ്ഞിട്ട് വെക്കാം സമയം കിട്ടും. ഇത് മറ്റു സാധനം നമ്മുടെ പ്രഷർ ചീര. ഇതിന്റെ എടുത്തിട്ട് നമ്മള് അതെ പല പേരുണ്ട് അതിന്. ഇതിന്റെ ഇല എടുത്തിട്ട് നമ്മള് നാളെ പയറില്ലേ നമ്മുടെ വൻപയർ, അതിലിട്ട് വെച്ചാൽ അടിപൊളിയാ ഉപ്പേരി വെച്ചാ. ഞാൻ ആ സാധനം കാണുമ്പോഴേക്കും നമ്മുടെ സ്കൂളിലത്തെ ഓർമ്മയില്ലേ അതിലേക്ക് പോവും. മിക്ക ദിവസം ഉണ്ടാവാറുന്നു ഈ ചീരയും പയറും പ്രഷർ ചീര. അതൊന്നും മടുത്തിട്ടില്ലല്ലോ ഒരിക്കലും. അതുപോലെ മറ്റേത് ഉണ്ണിയെ ചക്കക്കുരും മുരിങ്ങലയും. അയ്യോ എന്റെ അമ്മേ, പണ്ടത്തെ അല്ല അതിന്റെ ഒന്നും ഇന്ന് വെക്കുമ്പോഴും അതിനാ പണ്ടത്തെ രുചി കിട്ടണൂല്ലേ അമ്മ? അന്നത്തെ ഓർമ്മ ആ മണ്ണ ഗുരുവായൂർ അമ്പലത്തേക്ക് കൊണ്ടുപോയ കായും പയറുപ്പേരിയും നമ്മുടെ അച്ചാറിന്റെ ഒന്നും രുചി എനിക്ക് ഇന്നേ വരെ കായും പയറുപ്പേരിയും കഴിക്കുമ്പോ തോന്നിയിട്ടില്ല. മതി വെച്ചാ മതി. ഇത് രണ്ടും എനിക്ക് കൊണ്ടുപോവാനാട്ടാ. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും വെച്ചാൽ മതി. ചേച്ചിയുടെ വീടിന്റെ അവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വെക്കാൻ സ്ഥലമില്ല. അത് കാരണമാണ് ചേച്ചി ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് കേട്ടോ. എന്നാലും ആളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാ ആളും അവിടെ വെക്കും. ഈ പച്ചമുളകായാലും കോവക്കായ അമരക്കായ എല്ലാം വെച്ച് അതിന് വെള്ളം ഒഴിച്ച് നോക്കി കൊടുത്തുവിടൊക്കെ ചെയ്യും. പിന്നെ പച്ചക്കറികളായിട്ട് പിന്നെ നമുക്കൊന്നും വേണ്ടല്ലോ, കാരണം നമ്മുടെ കടയിൽ നിന്ന് മിക്കതും ചേച്ചി ആഴ്ചയിൽ ഒരിക്കലും വന്നിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഈ 3 ആളൊക്കെ ആകുമ്പോൾ എന്തോരം ഭക്ഷണ പദാർത്ഥങ്ങൾ വേണം. അപ്പൊ മിക്കതും ഇതിപ്പോ ഈ ഒരാഴ്ചക്കുള്ളതുണ്ട് ഇവിടുന്ന് കളക്ട് ചെയ്തത്. പപ്പക്കായ ഉണ്ട്, പ്രഷർ ചീരി ഉണ്ട്, വാഴക്കുടപ്പൻ 2 ദിവസം വെക്കാനുള്ളതുണ്ട്. പിന്നെ എന്തെങ്കിലും ഇലകളായിട്ടും നാളികേരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ് കേട്ടോ. അതൊക്കെ കൊടുത്തുവിടാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഈ ആങ്ങളമാരില്ലാത്ത സങ്കടം ഉണ്ടല്ലോ, അത് ഞങ്ങളിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തീർക്കാറുണ്ട്. ഇതില് 3 റോസിലേക്ക് കൊടുക്കും, ബാക്കി ഞാൻ നടും. പിന്നെ ചാന്തേച്ചിക്ക് കൊടുക്കും. അപ്പൊ 2 റോസിലേക്ക് കൊടുക്കും, 2 ചാന്തേച്ചിക്ക് കൊടുക്കും. പിന്നെ ഒരു 2 കൂടി ഉണ്ടാവുള്ളൂ, അത് ഞാൻ നടും. മണ്ണമ്പേട്ട ധാരാളം ഭൂമി ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ കൃഷികൾ ചെയ്ത് വെക്കും. അതിൻ്റെ ഇടയിൽ മുളക് തൈകൾ ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് വിശേഷങ്ങൾ പറയേണ്ട ആവശ്യമില്ല. കപ്പ ഉണ്ടാവും. അച്ഛൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഭാഗ്യനാണ് മിക്കതും അതിൻ്റെ സോഴ്സ് ആയിട്ട് വരിക. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന വിത്തുകളൊക്കെയാണ് അച്ഛൻ അവിടെ നടുക കേട്ടോ. എന്നിട്ട് അതൊക്കെ അച്ഛൻ നമ്മുടെ വീട്ടിലേക്ക് വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല. മിക്കതും ചേച്ചിയും അത് ചേച്ചിയുടെ അടുത്തോ അല്ലിൻ്റെ അടുത്തോ ആയിരിക്കും അച്ഛനും അമ്മ ഇപ്പോൾ. അത് കാരണം വീട്ടിൽ ഇങ്ങനെ കൃഷി ചെയ്ത സംഭവങ്ങളൊക്കെ അയൽപ്പക്കത്തേക്കും നമ്മുടെ ബന്ധുക്കൾക്കൊക്കെയാണ് കൊടുത്തു വിടാറുള്ളത്. അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം. 2 വഴുതനങ്ങ കിട്ടി. അപ്പുറത്തെ ഒരാൾ ലഡു മുഴുവൻ ഉടച്ചിട്ട് ഓവനിൽ വെച്ചിട്ട് അത് സോഫ്റ്റ് ആക്കിയിട്ട് അത് കഴിക്കുന്നു. പുറത്ത് നിന്ന് പോയി വന്നപ്പോഴേക്കേ ആ കാടും മലയൊക്കെ ചാടി ഇറങ്ങിയപ്പോഴേക്കും നന്നായിട്ട് ചേച്ചിയെ ബസുന്നു. അപ്പൊ ഒരാളിത് ഇവിടെ തൊലി കളയുണ്ടാവും. തൊലി നമ്മുടെ ബാക്ക് സൈഡിൽ നിൽക്കണ്ടായിരുന്ന വഴുതനങ്ങ വന്ന് പൊട്ടിച്ച വഴുതനങ്ങയാണ് കേട്ടോ. അപ്പൊ കുഞ്ഞൻ പറയാതെ അങ്ങനെയല്ലേ ചെയ്യമ്മേ ഇങ്ങനെയല്ലേ ചെയ്യമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. ആളുടേതായ പരീക്ഷണങ്ങൾ നടത്താൻ സമയമായിരിക്കുന്നു. ഇനിയിപ്പോ പതുക്കെ കോളേജിലേക്ക് പോവല്ലേ, അവിടെ ഫുഡൊക്കെ തന്നെ വെച്ച് കഴിക്കുകയൊക്കെ വേണം. എന്താക്കുമെന്ന് അറിയില്ല, സൊമാറ്റോ ആവും എന്നൊന്നും ഉള്ള കാര്യം അറിയാൻ പാടില്ല. ഇവരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് നമുക്ക് തോന്നിയാലും നമ്മൾ പതുക്കെ ചിന്തിക്കുമ്പോഴേ നമ്മൾ ഈ പ്രായത്തിൽ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കും. ഞാൻ പൂനെയിലേക്ക് പോയ സെയിം ഏജ് അല്ലേ, അത് കാരണം എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പൊക്കോളും. എന്തായാലും വീണോടും വിഷ്ണുലോകം ഉള്ള ആൾക്കാരാണേ. അപ്പോൾ ഈ ലഡു ഉണ്ടല്ലോടാ, അതിങ്ങനെ പൊടിച്ചിട്ട് ഓവനിൽ വെച്ചു. അപ്പോൾ അത് നല്ല സോഫ്റ്റായി. എന്നിട്ട് അത് മിച്ചറും കൂട്ടി കഴിക്കുന്നു. ഇത് വേടായ സ്വഭാവങ്ങളാകെ. ഇപ്പം ഞാൻ ആലോചിക്കും ഇതൊക്കെ എൻ്റെയാണ്. കാരണം ഞാനിങ്ങനെയൊക്കെയാണ് വേടായിട്ടുള്ള സ്വഭാവങ്ങൾ വേടായിട്ടുള്ള സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ചേച്ചി അതിൻ്റെ ഇടയിൽ മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി ഒക്കെ
ഒക്കെ ഇട്ടിട്ട് അത് നമ്മുടെ ഈ ഒരു വഴുതനങ്ങ ഇങ്ങനെ കഷ്ണം കഷ്ണം നീളനെ ഇങ്ങനെ നീരാളി പോലെ മുറിച്ച് വെച്ചു. എന്നിട്ട് അതൊക്കെ കൂടി എല്ലാത്തിൻ്റെ ഉള്ളിലേക്ക് ഒരെണ്ണം നടുകെ മുറിച്ചു, ഒരെണ്ണം തൊലിയോട് കൂടി, ഒരെണ്ണം തൊലിയില്ലാതെ. ഈ തൊലി ഭയങ്കര നൈസായ കാരണം കൊണ്ടേ അതുമ്പോൾ മസാല പിടിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി തൊലി ചെത്തിയത് കേട്ടോ. നല്ല ഐഡിയ ആണത്. പക്ഷേ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഇളം വഴുതനങ്ങ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ളത് കിട്ടും, വീട്ടിൽ ആരും വഴുതനങ്ങ കഴിക്കില്ല എന്നുള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുത്തു നോക്കി. എന്ത് ടേസ്റ്റാണെന്നറിയോ, ഇങ്ങനെ ബട്ടർ പോലെ വായിൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം വൈകുന്നേരത്തേക്ക്. പിന്നെ പരിപ്പ് കുത്തി കാച്ചണം. ഇവിടെ ഒരു നേരെ നമുക്ക് നോൺ വെജ് ഐറ്റംസ് ഒക്കെ ചിലകയാവുള്ളൂ, പിന്നെ നമുക്ക് വെജ് ഐറ്റംസ് വേണം. വെജ് ഐറ്റംസ് വേണമെന്നില്ല, നാടൻ ഐറ്റംസ് വേണം. ഇതാണ് നമ്മുടെ സ്രാവിൻ്റെ കഷ്ണം. നമുക്കിന്ന് സ്രാവും പരിപ്പ് കുത്തി കാച്ചിയതാണ്. ഒരു നേരം എല്ലാവർക്കും നോൺ വെജ് ഇറങ്ങുള്ളൂ, പിന്നെ അത് വേറെ എന്തെങ്കിലും വെജിറ്റബിൾ കറികൾ വേണം. അപ്പം പരിപ്പ് കുത്തി കാച്ചുക, ഉണക്കമീൻ വറുക്കുക, പിന്നെ കുറച്ച് വഴുതനങ്ങ. പരിപ്പ് കുത്തിക്കാച്ചിയതും സ്രാവ് വറുത്തതാണ് നമ്മുടെ വൈകുന്നേരത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ചേച്ചിയാണ് അത് ഉണ്ടാക്കുന്നത്, ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. പരിപ്പ് കുത്തിക്കാച്ചാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഇപ്പോഴും നമ്മളൊരു കറി ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നോൺ വെജ് കഴിച്ച് മടുത്തു എന്നുള്ള സമയങ്ങളിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു സംഭവമാണ് പരിപ്പ് കുത്തിക്കാച്ചിയത് എന്ന് പറഞ്ഞാൽ. വൈകുന്നേരം എല്ലാ വീട്ടിലും ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടുക്കും നമ്മൾ. കാലത്തും വൈകുന്നേരം തലേദിവസം ഒക്കെ നോൺ വെജ് കഴിച്ച് മടുക്കും. അപ്പോൾ നമ്മൾ വൈകുന്നേരം പറയും ഇത്തിരി പരിപ്പ് കുത്തിക്കാച്ചിട്ട് ഇത്തിരി ചോറ് തരുമെന്ന് ചോദിക്കും. അങ്ങനെയാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ചോദ്യം. ആ ചോദ്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് നമ്മുടെ ഇന്നത്തെ പരിപ്പ് കുത്തിക്കാച്ചിയത് കേട്ടോ. നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ചതച്ച് അതിൻ്റെ ഉള്ളിൽ ഇടിച്ച മുളകും കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ട് പരിപ്പ് തക്കാളി ഇട്ടിട്ട് വേവിക്കും. എന്നിട്ട് അത് നമ്മൾ ആ മുരിഞ്ഞ് വന്ന ആ ഒരു ഉള്ളി മുളക് സംഭവമില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പരിപ്പ് കുത്തിക്കാച്ചിയതായി. പിന്നെ സ്രാവ് വറുത്തത് നല്ല വിശപ്പുള്ള നേരത്ത് ഇപ്പം അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രാവുന്നുണ്ടാവും, എൻ്റെ ശ്രീജയ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വഴുതനങ്ങ വറുക്കാനുണ്ടായിരുന്നല്ലോ, അതും കൂടെ വറുത്തപ്പോൾ കിടുവായി. ഈ വഴുതനങ്ങ അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് സ്രാവ് വറുത്തേക്കാൾ ഇഷ്ടമായത് വഴുതനങ്ങയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ മെൽറ്റ് ചെയ്തിങ്ങനെ പോകുമായിരുന്നു വായിലേക്ക്. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മസാലയുടെ മണമൊക്കെ ആയിട്ട്. ചിലർ അരിപ്പൊടിയൊക്കെ ചേർത്ത് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ചേച്ചിയുടേതായ രീതിയിലാണ് ചെയ്തുണ്ടാക്കിയത്. എല്ലാവരും കൂടുമ്പോൾ എമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത് എന്തൊരു രസമല്ലേ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ചേച്ചിയും അതുപോലെ തന്നെ ഏട്ടായും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നത്. മിക്കതും അമ്മയും അച്ഛനും മാത്രം വന്ന് പോകലല്ലോ പതിവ്. എനിക്കും നേരം ഉണ്ടാവാറില്ല. ഇപ്പോൾ ഡാൻസ് ക്ലാസ്സും വേറെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ജീവിതം മുന്നോട്ട് പോകുന്നതിന് തിരക്ക് കൂടലാന്ന് മാത്രം. ഇപ്പോൾ ഭാഗ്യന് അത് കണ്ടിട്ടേ വഴുതനങ്ങ വറക്കണത് കണ്ടിട്ട് അത്ഭുതത്തോടെ നോക്കിക്കുക, ഇതെന്താ മോനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം ഭാഗ്യന് വഴുതനങ്ങ ഇഷ്ടമല്ല. കണ്ടോ ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടോ, ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ഡിന്നറിന് എനിക്ക് സ്പെഷ്യലി പരിപ്പ് കുത്തിക്കാച്ചിയത് ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേച്ചി കണ്ട കത്തി കൊണ്ട് പറക്കിന് മാത്രം ഇത് മറ്റേ പാരമ്പര്യമായിട്ട് കിട്ടിയ അസുഖാന്നുള്ള അതവിടെ സ്പൂൺ ഇരിക്കുന്ന ആരോട് ആ സ്പൂണില്ലെങ്കിൽ ചേച്ചി ആ കത്തി തന്നെ എടുക്കും. വരച്ചത് വഴുതനങ്ങ ഫ്രൈ ഇത് ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമില്ല, കുഞ്ഞിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വഴുതനങ്ങ ഫ്രൈ എന്ന് പറഞ്ഞു. വൈകുന്നേരത്തെ ഭക്ഷണം ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാരുണ്ട്. അത് കാരണം കൊണ്ട് ചിലർക്ക് ചപ്പാത്തി ചിലർക്ക് ചോറ് എന്നുള്ളതൊക്കെയാണ്. മാത്രമല്ല ശ്രീകുട്ടന് നാളെ എന്തായാലും, നാളെ തിങ്കളാഴ്ചയല്ലേ, നാളെ തൊട്ട് ശ്രീകുട്ടന് വെജ് ഐറ്റംസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെക്കലാണ് പതിവ്. അപ്പോൾ കാലത്ത് ഒന്നില്ലെങ്കിൽ അവൻ സ്നാക്സിലേക്ക് ചപ്പാത്തി കൊണ്ടുപോകും, അല്ലെങ്കിൽ ചോറും കറികളൊക്കെ കൊടുക്കും. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും അതുപോലെ തന്നെ പരിപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ മതി. ചില ദിവസങ്ങളിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ ന്യൂട്ടല്ലോ അല്ലെങ്കിൽ ജാമോ വെച്ചിട്ട് മടക്കി കൊടുത്താൽ സ്നാക്സ് ആക്കിയിട്ടൊക്കെ നമ്മൾ കഴിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ചേച്ചി ഇതൊക്കെ ഒന്ന് മടക്കി കൂട്ടി വെച്ചിട്ട് കുളിക്കാൻ പോയി. കുട്ടനെ കൊണ്ടുപോകാനുള്ള ചപ്പാത്തി, ഇന്ന് വൈകുന്നേരം കഴിക്കാനുള്ള ചപ്പാത്തി ഒക്കെ ചേച്ചിയമ്മ ഉണ്ടാക്കാട്ടാ. എന്റെ പണിയായിരുന്നു ഒക്കെ. ഇന്നിപ്പോ ചേച്ചിയമ്മ ഉള്ളതുകൊണ്ട് ചേച്ചിയമ്മ ചോറ് വയ്ക്കാറില്ല. പിന്നെ ശ്രീകുട്ടന് മണ്ണ് പറഞ്ഞു നാളേക്ക്. ശ്രീകുട്ടൻ നാളെ തൊട്ട് വെള്ളിയാഴ്ച വരെ വെജിറ്റേറിയൻ. ശനി ഞായർ അയാൾ വീണ്ടും നോൺ വെജ് ആവും.
അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറയും. എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയുന്ന ഒരു ചടങ്ങുണ്ട് വൈകുന്നേരം ആവുമ്പോ. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ് കേട്ടോ. കല്യാണം കഴിയുന്നേക്കാളും മുന്നേ ഞാൻ ചേച്ചി വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഏട്ടനും കൂടെ വരുമല്ലോ. അപ്പോൾ ഏട്ടൻ്റെ കൂടെ തമാശകളും പണ്ടത്തെ ജീവിതകഥകളും ഒക്കെ പറഞ്ഞിരുന്ന് കുറേ നേരം ഞങ്ങളങ്ങനെ വിശേഷങ്ങൾ പറയാറുണ്ട്. അപ്പോഴാണ് ഈ പഴയ കഥകളൊക്കെ കൂടുതലും ഞാൻ കേൾക്കാറുള്ളത് കേട്ടോ. ഇവരൊക്കെ വളർന്നു വന്ന സാഹചര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളതും അപ്പോഴൊക്കെ തന്നെയാണ്. അച്ഛൻ അങ്ങനെ ഇരുന്ന് കഥ പറയുന്ന ആളൊന്നുമല്ല. പക്ഷേ ഏട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ അച്ഛനും ഉണ്ടാവും ഒരുപാട് കഥകൾ പറയാൻ വേണ്ടിയിട്ട്. പിന്നിൽ നിന്ന് ചേച്ചി പറയുന്നത് കണ്ടോ, ഈ കഥകളാണ്. എന്തോരം പറഞ്ഞാലും തീരാത്ത കഥകളുണ്ടാവും എന്ന് വിചാരിക്കും ഞാൻ. എനിക്കും ഉണ്ടാവും പറയാൻ, ചേച്ചിക്കും ഉണ്ടാവും പറയാൻ. ഒരുപാട് കഥകൾ ഇങ്ങനെ കേട്ട് 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 അടുക്കളയാണ് ഞങ്ങളുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. പെണ്ണുങ്ങൾക്ക് ഒരു സെക്ഷൻ, ആണുങ്ങൾക്ക് വേറെ സെക്ഷൻ, അങ്ങനെയായിട്ടാണ് കഥകൾ ഉണ്ടാവാറുള്ളത് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കഥാ സെക്ഷൻ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കുഞ്ഞൻ പോകുന്ന കാരണം കൊണ്ട് കുഞ്ഞൻ്റെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവളുടെ കോളേജും PGയും ഒക്കെ റെഡിയാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ വിശദവിവരങ്ങൾ എന്തായാലും പറയാം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്കിപ്പോൾ ഓടിയെത്താൻ പറ്റാത്ത സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങളോടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താ ശ്രീ ഞങ്ങളുണ്ടല്ലോ ഇവിടെ എന്നുള്ള ഒരു വാക്കുണ്ടല്ലോ, അത് നമുക്ക് ഒരുപാട് സ്ട്രെങ്ത് തരും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പോവാണേ. ഗൈസ്, ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ല ഗൈസ്. അന്തരായി അന്തതില്ല, പക്ഷേ കേരളം മൊത്തം കറണ്ടില്ല. ഇവിടെ ഓടി കറണ്ടില്ല. കറണ്ട് പോയ കാരണം കൊണ്ട് കേക്ക് മുറിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് പിന്നെ ഭാഗ്യനും അതുപോലെ തന്നെ പിള്ളേരും എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് ക്യാരംസ് ഒക്കെ കളിച്ച് അങ്ങനത്തെ നൈറ്റ് അങ്ങനെ കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം അച്ഛൻ കാലത്ത് നേരത്തെ എണീറ്റ്, ഒരു 5 മണിയായപ്പോൾ എണീറ്റ് അച്ഛൻ വീട്ടിൽ മണ്ണമ്പേട്ടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ അവിടെ നിന്നാണ് ജോലിക്ക് പോവാതെ. അപ്പോൾ നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കുറേ മുളകും തൈകളും പിന്നെ വേറെ എന്തൊക്കെയോ അൽത്തുകൊളുത്ത് സംഭവങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ ഇറങ്ങാൻ നേരത്ത് ഗംഭീര മഴ. ഇനി നമുക്കൊരു ചടങ്ങുണ്ട്. എന്താണ്? കേക്ക് മുറിക്കുന്ന ചടങ്ങ്. ഇതാണ് നമ്മുടെ കേക്ക് കേട്ടോ. ഈ കേക്ക് എനിക്ക് എല്ലാ വർഷവും കിട്ടും. ഇന്നലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് കേക്ക് മുറിക്കാൻ കഴിഞ്ഞില്ല ഗൈസ്. ഇത് എനിക്ക് എല്ലാ വർഷവും ഞങ്ങളുടെ ബാംഗ്ലൂരിൽ നിന്നെത്തുന്ന കേക്കാണ്. ജുനിയറിൻ്റെ വക 2 കേക്ക് എത്തും. ഇന്ന് ബർത്ത്ഡേയുടെ കേക്ക് എത്തും, പിന്നെ നാളെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് എത്തും. ഇതാണ് എൻ്റെ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഇതാണ് കേക്ക്. ശ്രീജാന്നൊക്കെ എഴുതിയ അടിപൊളി കേക്ക്. കുറേ വർഷങ്ങളായിട്ട് ഒരു തവണ പോലും മുടങ്ങാതെ എനിക്ക് കിട്ടുന്നതാണ് വെഡിങ് ആനിവേഴ്സറിയുടെ കേക്കും എൻ്റെ ബർത്ത്ഡേയുടെ കേക്കും. ഞങ്ങളുടെ സ്വന്തം ജെനിയാൻ്റെ അയക്കുന്നതാണ് കേട്ടോ. ഇവിടെയുള്ള ഒരു ചേച്ചിയാണിത് നമ്മുടെ വീട്ടിലെത്തിക്കുന്നത്, ഉണ്ടാക്കി എത്തിക്കുന്നത്. താങ്ക്സ് ഒന്നും പറയണില്ല ആൻറ്റിയുടെ അടുത്ത്, പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട്. അച്ഛനെ നേരത്തെ പോയി ഞാൻ കാണിച്ചിട്ടില്ലേ, അച്ഛൻ നാളെ പണിയുണ്ട്, അച്ഛൻ പോയായിരുന്നു. എന്റെ പിറന്നാളിന്റെ, എന്റെ 22ാം വയസ്സിന്റെ പിറന്നാളിന്റെ പിറ്റേ ദിവസമായിരുന്നു എന്റെ കല്യാണം. അപ്പൊ നാളെയാണ് കല്യാണം, നാളെയാണ് വെഡിങ് ആനിവേഴ്സറി കേട്ടാ. അപ്പൊ ചേട്ടനും ചേച്ചി എല്ലാവരും ഇന്ന് പോവുമല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ കേക്കൊക്കെ മുറിച്ച് ബാക്കി പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തതാണ്. അപ്പൊ എന്റെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് പറയാം. ഞാൻ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് എടുത്തിട്ടാണ് കഴിഞ്ഞ വർഷം ഭാഗ്യം എത്തിച്ച് ഈ വർഷം ഭാഗ്യം
അങ്ങനെ ഭാഗ്യനൊരു ഫോണൊക്കെ മേടിച്ചു കൊടുത്തു. ഭാഗ്യൻ്റെ ഫോൺ ഓൾറെഡി കുറച്ച് നാളായിട്ട് സ്വിച്ച് ഓഫ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഈ ഒരു അവസരം നമുക്ക് കിട്ടുമ്പോൾ കൊടുക്കാലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഫോണൊക്കെ മേടിച്ചു കൊടുത്ത് ഇതൊക്കെയായിരുന്നു നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റും ഞാൻ കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇനി ഒരു കേക്കും കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇന്ന് വൈകുന്നേരം മുറിക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്നത്തെ നല്ല അടിപൊളി ദിവസം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. കഴിഞ്ഞിട്ടില്ല പോവല്ലേ എനിക്ക് കേക്ക് മുറിച്ച് നമുക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേ. അപ്പോൾ പകുതി കഷ്ണം ചേച്ചി കൊണ്ടുപോയി, പകുതി വീട്ടിലിരിപ്പുണ്ട്. ഇവിടെ എല്ലാവർക്കും ഡയറ്റും മധുരം കഴിക്കലൊക്കെ ഷുഗർ കട്ട് ഡയറ്റും ഒക്കെ പോകുന്ന കാരണം കൊണ്ട് ഇത് വലിയ കാര്യമായിട്ട് ചിലവാവില്ല. പക്ഷേ കുഞ്ഞനും അമ്മയും നാളെ പോകണുള്ളൂ എന്ന് പറഞ്ഞു. ശ്രീകുട്ടന് ഇന്ന് എക്സാം ഉണ്ട്, അതുകൊണ്ട് അവൻ പോയി കേക്കൊക്കെ ആൾ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് പോയി. അതിന് സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും കേക്ക് കഴിക്കാനുള്ള ആ ഒരു ത്വരയോട് കൂടിയിട്ട് അവൻ വരുന്നുണ്ടാവാം. ചേച്ചിയമ്മയും ചേട്ടച്ചിനൊക്കെ കണ്ട കാരണം കൊണ്ട് മടി കാണിക്കുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ശ്രീകുട്ടന് പൊതുവെ സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആളെന്താ അച്ഛൻ്റെ കൂടെ പോവാണ്, സ്കൂളിൽ പോവാണ്. പിന്നെ ചേച്ചി ചേട്ടനും നമുക്കിപ്പോൾ കടയാന്ന് പറഞ്ഞില്ലേ, അത് അതിനോട് തുറക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും നമ്മുടെ. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് മേഖലയിലാവുമ്പോൾ ഒരുപാട് ആൾക്കാർ ആ ഒരു സമയത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ചേച്ചിയും ചേട്ടനും അതിൻ്റെ കാര്യങ്ങളായിട്ട് പോവാണ്. കാലത്ത് നേരത്തെ അവരും പോയായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി കുഞ്ഞനും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. പോയി ഗൈസ്. ഞാൻ പോയില്ല കേട്ടാ. ഞാൻ എൻ്റെ മോളുടെ അടുത്ത് നിൽക്കുക. എൻ്റെ ഉണ്ണിമോളും ഉണ്ട്. ഉണ്ണിമോൾ വൈകുന്നേരം ആകുമ്പോൾ പോകും. നാളെ ഡ്രൈവിംഗ് ഉണ്ടാവേ. അപ്പോൾ നേരത്തെ പോകണം. കുറച്ച് ദിവസം കൂടി ഉള്ള ആളിവിടെ പിന്നെ പോവാ. അപ്പോൾ ഞാൻ നാളെ കാലത്തെ മിക്കതും പോവുള്ളൂ. വെഡിങ് ആനിവേഴ്സറിയിലെ കേക്ക് മുറിക്കുന്നേ കഴിച്ചിട്ട് വേണം പോവാൻ. കേക്ക് മുറിച്ച് തിന്നിട്ട് വേണം പോവാൻ. കേക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ ആൻറ്റി കൊടുത്തയച്ച കാരണം എന്നെക്കാട്ടിലും ഓർമ്മയിട്ടിട്ട് ആൻറ്റിക്ക് അത് വേണ്ട പറയാ. അമ്മയെക്കാട്ടിലും അമ്മ മറന്നായിരുന്നു. എനിക്ക് ഡേറ്റ് ജനിച്ച നാളെ ഓർമ്മയില്ലായിരുന്നു. ഇന്നലത്തെ ഞാൻ പെട്ടെന്ന് എൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഞാനത് മറന്നു. ആൻറ്റി എത്ര തിരക്കിൻ്റെ ഇടയിലും കേക്ക് എത്തിക്കാളും മറന്നില്ല കേട്ടാ. അങ്ങനെയുള്ള ചില ബന്ധങ്ങളൊക്കെ നമുക്ക് വളരെ നല്ലതാണ്. ഓർക്കാനായിട്ടായാലും കാണാറൊന്നുമില്ല, ഓർക്കൽ മാത്രമേ ഉള്ളൂ ആൻറ്റീനെ. പറഞ്ഞ പോലെ തന്നെ ആൻറ്റി ഉള്ള കാരണം കൊണ്ട് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാൻ പറ്റി പ്രാവശ്യത്തെ ബർത്ത്ഡേ. എല്ലാ പ്രാവശ്യവും ഇങ്ങനെയൊക്കെ തന്നെ ആഘോഷിക്കാറുണ്ട് കേട്ടോ. ദൈവത്തിന് ഇന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ശ്രീജ.